തികയില്ല സാർ. നിങ്ങൾ തരുന്ന പൈസ സേഫ്റ്റി ഒന്നും ഞങ്ങൾക്ക് തികയില്ല. ഞങ്ങളുടെ നാട്ടിലോട്ട് ഇതൊക്കെ ആരാ സാർ എടുത്തോണ്ട് വരാൻ പറഞ്ഞത്? എന്താ മോനെ നീ അറിയാതെ സംസാരിക്കുന്നേ? ഈ നാട്ടിൽ മീഥേൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാ അപ്രൂവലും മേടിച്ചു. രാഷ്ട്രീയക്കാരും അവർക്ക് സപ്പോർട്ടാ. അവരെയൊക്കെ എതിർത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ നാട്ടിലെ മീഥേൻ കിണറ് കുഴിച്ചാൽ മണ്ണും വെള്ളവും എല്ലാം തന്നെ നശിച്ചു പോകും. ഇത് നമ്മൾ ചോദ്യം ചെയ്യാതെ വേറെ ആര് ചോദിക്കാനാ? ചോദ്യം ചെയ്യണമെങ്കിൽ എല്ലാവരുടെ മുമ്പിലും ഒന്ന് ചോദിക്ക്. എന്നെ എതിർത്ത് സംസാരിച്ച് എന്ത് സംഭവിക്കാനാ? എന്ത് ആവാനെന്നോ ഇറങ്ങാൻ പോകുന്ന ആരാണെന്നറിയോ? 3 വർഷമായിട്ട് എന്നെ പവലയിൽ ഇരുത്തുമല്ലേ നിങ്ങള്. ഇന്ന് ഞാൻ അടിക്കാൻ പോകുന്ന സിക്സുകൾ നിങ്ങളൊക്കെ ഒന്ന് കാണ്. അവിടെ ഇരുന്ന് കണ്ട് എല്ലാവരും കൈയടിക്കേ. എന്ത് നോക്കാനാ? മീഥേന് വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്താലും ഞങ്ങൾ ഇനി കണ്ടോണ്ടിരിക്കില്ല. തഹസിൽദാർ വന്ന ഉടനെ ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. സംസാരിച്ച് തീരുമാനിക്കണമെങ്കിൽ അവിടെ തന്നെ എടുക്കായിരുന്നു സാർ. പക്ഷെ നിങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നേ. വെറുതെ അവിടെ ഒന്ന് സംസാരിക്കാൻ ഞങ്ങൾ എന്താ പൊട്ടന്മാരാ? ഇതിനൊക്കെ എന്തിനാണ് സംശയം? നിന്റെയൊക്കെ നെറ്റിയിൽ പൊട്ടന്മാരെ എഴുതിയിട്ടല്ലടാ മുങ്ങിയേക്കുന്നേ. 2 ബോളിലും 10 റണ്ണ്. തച്ചി വന്നപ്പോൾ നടക്കൂടാ. നീയൊക്കെ തോക്കൂന്ന് അറിഞ്ഞോണ്ടാ നിന്റെയൊക്കെ ക്യാപ്റ്റൻ ഇവിടെ വരാതെ മുങ്ങി നടക്കുന്നത്. എടാ മാനേജരെ, നീ മര്യാദയ്ക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കണം അവരുടെ അടുത്ത്. എടാ നീ എപ്പോഴാ വരിക? 10 മിനിറ്റിൽ വരാം സാർ. സാർ അവരൊരു 10 മിനിറ്റിൽ ഇങ്ങോട്ട് എത്തത്രേ. എടാ നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായടാ. ചേട്ടാ അവിടെ വിക്കറ്റ് വീണോണ്ടിരിക്കുക. ജിഞ്ചർ സെക്കൻഡ് ഇറങ്ങാൻ വേണ്ടി ധൃതി കാണിച്ചോണ്ടിരിക്കുകയാണ്. എടാ എനിക്കാണെങ്കിൽ അടിവേറെ കലങ്ങിട്ട് വയ്യ. സാർ വയറ് വേദന എടുക്കും സാർ. നിങ്ങൾ ഈ ഇളനീരിനകത്ത് എന്തെങ്കിലും കലക്കി തോന്നിട്ടുണ്ടോ സാർ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇളനീരിലെ പോയിസൺ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. വെറും ഈ കൂൾ ഡ്രിങ്ക്സ് മാത്രമേ ഞാൻ മിക്സ് ചെയ്തുള്ളൂ. നാച്ചുറൽ ആയിട്ടുള്ള ഈ ഇളനീരിൽ കുറച്ച് കെമിക്കൽ മിക്സ് ചെയ്തപ്പോൾ തന്നെ സാറിന് ഇത്രയും വലിയൊരു വേദന വന്നില്ലേ? മീഥേൻ ടെസ്റ്റ് എന്ന പേരിൽ ഇത്രയും കെമിക്കൽ എടുത്തോണ്ട് ഞങ്ങളുടെ മണ്ണിലിട്ടാൽ ഞങ്ങളുടെ മണ്ണ് എന്താവും സാറേ? നിങ്ങൾ പേടിക്കണ്ട സാർ. ഒരു ഗുളിക കഴിച്ചാൽ ശരിയായിക്കോളും നിങ്ങൾക്ക്. പക്ഷേ ഞങ്ങളുടെ മണ്ണിനെ രക്ഷിക്കാനായിട്ട് എന്ത് ഗുളികയാ സാർ ഉള്ളത്? അവിടെ ഇവിടെ തിണ്ടി നടന്നിട്ട് വാടാ. ഡോ ഇനി എല്ലാരും എന്താ ഇവിടെ നോക്കിക്കുന്നത്? എല്ലാരും പോവാൻ നോക്ക്. അയ്യോ 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 3 വർഷം കഴിഞ്ഞിട്ട് ഈ വർഷമാണ് ഇവനെ ഇറങ്ങാൻ പോകുന്നത്. എന്താടാ? വെരി ഗുഡ്. എന്നാടാ പിടിച്ചോ. നിനക്കുള്ളത് ഞാൻ പിന്നെ തരാവടാ. ഓക്കേ ടീച്ചറെ, നീ ആ ബാറ്റ് കൊടുത്തിട്ട് പവനിലേക്ക് വാ. നീ കളി നടന്നില്ലെങ്കിലോ അടി എന്തായാലും നടക്കും. താങ്ക്സ് റാളിയ. എടാ എന്താ ഇത്? ബാറ്റിൽ ഏലസ്. ബോള് ബാറ്റിൽ എവിടെ കൊണ്ടാലും 6 പോവാൻ വേണ്ടി ഭഗവതിയുടെ ക്ഷേത്രത്തിൽ നിന്ന് കെട്ടിയതാ. നല്ല ശക്തിയുള്ള ദേവിയാ. കുന്തം. ഗാർഡ് വേണ്ടേ? അബ്ഡോം ഗാർഡ്. അതൊക്കെ അടി മേടിക്കുന്നവനാ, അടി കൊടുക്കുന്നവനല്ലടാ. പോടാ പോ. ദൈവമേ. ആസം പിടിക്കാനായിട്ട് ഇത് ആരുടേതായിരുന്നാവോ? ചേട്ടാ കൂൾ ഡ്രിങ്ക്സ്. ഞാൻ നിന്നോട് കൂൾ ഡ്രിങ്ക്സിന് ചോദിച്ചോടാ. പോടാ അങ്ങോട്ട്, ചുമ്മാ ശല്യപ്പെടുത്താനായിട്ട്. അടിച്ച് അടിയിൽ ബോൾ കൊച്ചിന്ന് നേരെ ഇടുക്കിയിലേക്കാണല്ലോ പോയത്. എന്ത് ബോളാണ് എറിയുന്നേ? അവന്റെ നെഞ്ചി കുത്തി കയറുന്ന പോലെ. അങ്ങനെ ഞാൻ ഈസി ആയിട്ട് 6 അടിക്കും. നീ യോർക്ക് ട്രൈ ചെയ്യേ. കയ്യിലാകെ ഉള്ളത് ഒരു ബോളാ. ഇത്രയും ബോളാൻ പറഞ്ഞാൽ അങ്ങനെ? അളിയ നീ വയലിട്ടാലേ അവനെ അടിക്കും. അവൻ ഇറങ്ങിയില്ലേ ഇനി നമ്മൾ തോൽക്കും. അത് തീരുമാനമായി. പറ്റുവാണെങ്കിലേ അവന്റെ പോയിന്റ് ഡാമേജ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് ബോൾ 6 അടിച്ചൊന്ന് ഒത്തിരി അഹങ്കരിക്കണ്ട. ബോളിംഗ് ചെയ്യുന്നത് നമ്മുടെ പയ്യനാ. അടുത്ത ബോൾ നോക്കിക്കോ. മിഡിൽ സ്റ്റംപ് എടുത്തോണ്ടെങ്കിൽ പോരും. വാ കൊണ്ട് ക്രിക്കറ്റ് കളിക്കണ്ട്. ബോൾ ഇടാൻ പറയടാ. അളിയ പറഞ്ഞ പോലെ ചെയ്തേക്ക്. ഇന്നത്തോടെ നിന്റെ കാര്യം കഴിഞ്ഞടാ. എന്റെ ഈശ്വര, ഇവന്റെ ഓട്ടം കാണുമ്പോ എന്തോ ഭാഗ്യത്തിനാ ഞാൻ രക്ഷപ്പെട്ടതെന്ന് തോന്നിപ്പോവാ. ട്യൂബ് ലൈറ്റ് പൊട്ടിയതുപോലെ ഉണ്ടല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞത് അവനോട് അബ്ഡോം ഗാർഡ് ഇട്ടോണ്ട് പോവാൻ. അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ബോൾ ബാറ്റ് തട്ടിയാ പോലെ ഇത്ര പോർ പോവില്ലായിരുന്നല്ലോ. ഇവനൊക്കെ എന്താ കാണിക്കുന്നേ? മാതിയടാ തൂവിയത്. എടാ നീ പറഞ്ഞ കറക്റ്റാന്ന് തോന്നുന്നല്ലോ. നീ പറഞ്ഞ പോലെ അവൻ മിഡിൽ സ്റ്റംപ് അടിച്ചു പൊട്ടിച്ചല്ലോ. 12 ടീമുകൾ ചേർന്ന് നടത്തിയ ഈ നമ്മുടെ സാറിന്റെ ഓർമ്മ ദിനമായി നടത്തുന്ന ഈ കളിയിൽ 1ാം സ്ഥാനം നേടുന്ന അറിവിന്റെ ടീമിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നടന്ന ഈ ക്രിക്കറ്റ് മഹോത്സവത്തിൽ നമ്മുടെ നാടിന്റെ പൊന്മാമനയായ
MLA സാറാണ് ഈ ട്രോഫി കൊടുക്കാൻ പോകുന്നത്. ഞാൻ വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് കപ്പ് മേടിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെ ശ്രദ്ധയ്ക്കും എന്റെ കൂട്ടുകാരൻ ജിഞ്ചർ എവിടെയുണ്ടെങ്കിലും സ്റ്റേജിലോട്ട് ഓടി വരണം. നിന്നെ ഞാൻ വിളിക്കുന്നേ. എടോ നീ പൊന്നോടാ. വാളി നിന്നെ ഞാൻ അറിയാതെ തെറ്റിദ്ധരിച്ചു പോയടാ. വാളിയാ? താങ്ക്സ് അളിയ. ഇന്ന് ഈ കപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്റെ അളിയൻ ജിഞ്ചർ. ഇവനില്ലെങ്കിൽ ഈ കപ്പ് ഞാൻ 3 വർഷം മുമ്പേ നേടിയേനെ. കപ്പ് നേടാൻ നോക്കിയ എന്നെ വെള്ളവടി വഴക്കുവരി എന്നും പറഞ്ഞ് എന്നെ മൊത്തത്തിൽ മാറ്റിയത് തന്നെ ഈ ജിഞ്ചറാണ്. ഞാൻ നേരിട്ട് അപമാനത്തിന് ഡ്രൈ അടിച്ചാലേ ശരിയാവും. എന്റെ അളിനെ തോറ്റാലേ കൈ കിട്ടില്ല. ഇപ്പൊ ജയിച്ചു പിന്നെ പറയണോ? ഇത് അച്ചാറോ അല്ല വല്ല പഞ്ചാമൃതോ. ഒഴുകി. അളിയ ആരാ വന്നിരിക്കുന്നത് കണ്ടോ? ആരാ? ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ കാതൽ സിനിമയിലുള്ള ആ കുട്ടിയാണോ? അവളെ കണ്ടാലേ മനസ്സലിയും. അവസാനം നല്ല ഭ്രാന്തും വരും. കുഴപ്പമുണ്ടോ? ആരംഭിക്കട്ടെ. ആരാടാ അളിയ അവൻ? കഴുത രാത്രി ലൈറ്റ് ഇട്ടുകൊണ്ടാ വരുന്നേ. വേണ്ട അറിഞ്ഞൂടാ, അത് സ്ട്രീറ്റ് ലൈറ്റാ. നീ ആ ലൈറ്റിന്റെ നടുവിലൂടെ ഓടിച്ച് കേറ്റി മച്ചാ. പോ പോ പോ. വാടാ വാടാ അളിയാ, ആ ഈ കെ എന്ന് വെച്ചാ കർണാടകവോ അതോ കേരളമോ? അത് വണ്ടിയുടെ ഇനീഷ്യൽ ആയിരിക്കൂടാ. ഇനിയിപ്പോ ഇവൻ ഏത് രാജ്യത്തു നിന്ന് വരുന്നവനായാലും നമുക്ക് എന്താടാ? എന്താടാ വണ്ടി മാറ്റടാ. നിങ്ങള് വെള്ളവോ തരത്തില്ല, ആ. റോഡിൽ ഇച്ചിരി വഴിയും തരത്തില്ലടാ. അത് തന്നെ. ഓടിച്ച് കേട്ടളിയാ. എന്താ വണ്ടിയിലോ തടിക്കുന്നത്? തന്നെ വീട്ടിലോട്ട് ഇടിച്ചു കയറാടോ. കേട്ടാ രണ്ടിനി ഇടിച്ചിട്ട് അങ്ങ് പൊക്കോളും. 2 പെഗ്മാൻസ് ഇവിടെ താഴെ ഇരിക്കുമ്പോ ഒരു ബഹുമാനം ഇല്ലാതെ മേലെ പോയി ഇരിക്കുന്നോടാ. താഴെ ഇറങ്ങടാ. 4 വീല് താഴെ ഇറങ്ങടാ. ഫിക്സ് ചെയ്യടാ. താഴെ ഇറങ്ങ്. എടാ അളിയാ, ഒരു കൈ വെക്കടാ. ഇവന്മാർ ഇങ്ങനെ തന്നെ എടുത്തോണ്ട് അങ്ങ് പോവാം. എടാ വാടാ അളിയാ, വന്ന് പിടിക്കേ. എന്തോടാ കാണിക്കുന്നേ? ഞാൻ മേലോട്ട് വരടാ. എന്താടാ ബഹളം ഉണ്ടാക്കുന്നോടാ? എന്താടാ നോക്കി നിൽക്കുന്നേ? ഇറങ്ങി ചോദിക്കടാ. അവൻ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന അളിയാ. അവൻ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നേ. എനിക്കിത് നോക്കി നിൽക്കാൻ പറ്റില്ല. നീ ഒന്നും വിചാരിക്കടാ അളിയാ, ഇത് നല്ല എനർജിയിലാ ഞാനുള്ളേ. എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്താ തീരൂ. വാടാ കാണാം. അടിച്ച ഓൾ ഇന്ത്യ തെറിച്ച് ഓടൂടാ. കുറച്ചു നേരം കൂടി നിന്നിരുന്നെങ്കിൽ അവന്മാരടിച്ച് ഞാൻ ചമ്മന്തി ആക്കിയനെ. എടാ നീ കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. വാ. എന്താടാ ഇവിടെ നായ് കുരയ്ക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നേ? എടാ എന്റെ അച്ഛനാടാ. രണ്ടിനും ഒരേ വോയിസ് തന്നെയാ. എടി എന്റെ കൊച്ചുമോൻ എവിടെടി? അവൻ വല്ലതും കഴിച്ചോ? ഇവര് നന്നായിരുന്നെങ്കിലേ അവനും നന്നായി പോയനെ. നാട്ടുകാർ അവനെ കള്ളുകൂടിയെന്ന് പറയുന്നത് കേൾക്കുമ്പോ മനസ്സുരുകി പോവുക. അവൻ കുടിച്ചാ നിനക്കെന്താടാ പ്രശ്നം? ഗുഡ് ക്വസ്റ്റ്യൻ. അവൻ കുടിക്കാതിരിക്കുക എന്ത് വേണേലും ചെയ്യും. അവൻ കിളവി ലോയറാകാൻ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ ഒച്ച വെച്ച അവൻ നേരെയാവോ? ചുമ്മാ ഇരിക്കമ്മേ. നിന്റെ മോൻ അകത്തോട്ട് വരട്ടെ, അപ്പൊ അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. തഹസിൽദാരെ വഴി തടഞ്ഞ് വെല്ലുവിളിക്കാൻ മാത്രമുള്ള അഹങ്കാരം അവനായോ? ഇപ്പൊ കണ്ടോണം. അയ്യോ സന്താനം. ഏയ് എടോ നേതാവേ, തന്നെയാടോ വിളിക്കുന്നേ? എടാ നല്ല പോലെ മൂട്ടടാ. അതൊക്കെ തുറക്കടോ. നല്ലപോലെ നീ കുടിച്ചല്ലേ? മിസ്റ്റർ സന്താനം. ആരാ അത്? ഞങ്ങളാ കുങ്കുമ വന്നിരിക്കുന്നേ. ഏയ് പ്ലാൻ വർക്കൗട്ട് ആയല്ലോ കളിയാ. ദേ നോക്ക്, കഥ തുറക്കില്ലെന്ന് പറഞ്ഞ നിന്റെ അച്ഛൻ സ്വർഗവാതില് തുറന്നതുപോലല്ലേ നിക്കുന്നേ. നീ അങ്ങോട്ട് നോക്കണ്ട, ഇത് കണ്ടിന്യൂ ചെയ്. എടാ നീ മുട്ടടാ. ഇനിയും തട്ടിയാ വീട് ഇടിഞ്ഞു വീഴൂടാ. എന്താടാ ഇത്? ആള് വരുമെന്ന് വിചാരിച്ചാ സ്റ്റൂള് വരുന്ന പോലെ ഉണ്ടല്ലോ. ആ വെൽക്കം. എന്താ സന്താനം? നിനക്കൊന്നും ബോധമില്ലേ? ദേ ഇവനോട് ചോദിക്ക്. എടാ നിന്നെ വിളിക്കുന്നടാ. എന്റെ വീട്ടിലോട്ട് വന്നിട്ട് എന്നെ ചോദിക്കുന്നോ? എന്തോന്നാ പാതിരാത്രിക്ക് എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ഡയലോഗ് അടിക്കുന്നത്? അപ്പൊ രാവിലെ വന്ന് കഥ തട്ടിയാ താൻ കാപ്പി ഇട്ട് തരുവോ? കുടിയന്മാരെ കുടിച്ചിട്ട് സ്വന്തം വീട് ഏതാണെന്ന് അറിയാതെ എന്റെ വീട്ടിൽ വന്ന് വാതിൽ കിട്ടുന്നത്. ഞങ്ങളൊക്കെ കുടിച്ചാലും ഞങ്ങളുടെ ഡ്രസ്സ് തന്നെയാണ് ഇട്ടോണ്ട് വന്നിരിക്കുന്നത്. തന്നെ പോലെ ഭാര്യയുടെ പാവടി കൊടുത്തോണ്ടല്ല വന്നിരിക്കുന്നത്. കഴുതേ, നിന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. നിനക്ക് വളർത്തിയില്ലേ? അവരെ പറഞ്ഞാൽ മതി. നിന്നെ പോലെയുള്ളതിനൊക്കെ വളർത്തുന്നതിന് പകരം പോയി ചാവുന്ന നല്ലത്. നാണോ മനമില്ലാത്ത മക്കളാണത്രേ മക്കള്. എനിക്കുണ്ട് മക്കളൊക്കെ. താൻ തന്നെ വളർന്നിട്ടില്ല, പിന്നെ എവിടെ നിന്നാണോ താൻ കുട്ടിയെ വളർത്താൻ പോകുന്നത്? കൂടുതലാ പൂച്ച. അവനിപ്പോ വിളിച്ചിട്ടുണ്ടോ? അയാളൊരു പ്രത്യേക സ്വഭാവം. ഓരോ നേരം ഓരോ തരത്തിലെ പെരുമാറുന്നേ. അവന്റെ മെഡിക്കലിനെ പോയി വിളിച്ചോണ്ട് വാടി. അമ്മേ ഒന്ന് പോയി വിളിച്ചോണ്ട് വരും. അമ്മേ പോ അമ്മേ. പറഞ്ഞപ്പോ നീ കേട്ടില്ലല്ലോ.
സംസാരിച്ചോണ്ടിരുന്നപ്പോ കൈയെടുത്തത് കണ്ടില്ലേ? എടാ സന്താനത്തിന്റെ വീട് ഇതാണെന്ന് ചോദിച്ചാ ആണെങ്കിൽ ആണ് ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. അല്ലാണ്ട് എന്റെ അച്ഛനെ കുറിച്ച് തെറ്റായിട്ട് സംസാരിക്കാൻ നിനക്ക് എന്ത് റൈറ്റ്സ് ഇടാവുള്ള? നിനക്ക് പറയാൻ റൈറ്റ്സ് ഇല്ല. പക്ഷെ ഞാൻ അയാളെ വഴക്ക് പറയും, ചീത്ത പറയും, വേണമെങ്കിൽ അടിക്കുകയും ചെയ്യൂടാ. പക്ഷെ എന്റെ അച്ഛനെ വഴക്ക് പറയുന്നത് ഞാൻ മാത്രമായിരിക്കൂടാ. നാട്ടിലൊരു തേണ്ടിക്ക് അതിന്റെ റൈറ്റ്സ് എനിക്കോ എനക്കൊണ്ടളിയാ. വീട്ടിലേക്ക് വാടാ. ഇത് നമ്മുടെ വീടല്ലേ? ഇല്ലടാ, ഇവൻ മഴ പെയ്തെന്നും പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യുന്നവനാ. ഇവന്റെ അടുത്തൊക്കെ മിണ്ടാൻ പോവല്ലോ നീ. വീട് പോലും അറിയാതിരിക്കത്തക്ക രീതിയിൽ എന്താടാ കുറിച്ചത്? വെറുതെ രാത്രി ഇങ്ങനെ മുറ്റത്ത് വന്ന് നിക്കണ്ട. നീ എന്തിനാണ് എന്റെ കൊച്ചുമോന്റെ കൂടെ വരുന്നത്? നീ ഒറ്റ ഒരുത്തനാ എന്റെ കൊച്ചുമോനെ കേടുവരുത്തുന്ന. തല തെറിച്ചവൻ കുടുംബത്തെ വൃത്തിയായിട്ടവനെ മുള വെട്ടി അടിക്കും ഞാൻ, പറഞ്ഞേക്കാം. ചാണക വെള്ളം കലക്കി ഞാൻ നിന്റെ മോന്തയ്ക്ക് ഒഴുക്കി ഒരു ദിവസം, പറഞ്ഞേക്കാം. അല്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കൊണ്ടു. ഗുഡ് മോർണിംഗ് ബ്രോ. അകത്തോട്ട് പോടാ. നിങ്ങളെയൊക്കെ നശിപ്പിക്കുന്നതാ കള്ളു ഷാപ്പാണ്. നിങ്ങളെ ഒന്നും പറഞ്ഞിട്ട് പതിവ് പോലെ തന്നെ കഥ കിളവി അടച്ചല്ലോ. എടാ അറിവേ, കിടക്കല്ലേ, ഭക്ഷണം എടുത്തോണ്ട് വരാം. എടാ ആളിയ, അവര് തന്നെ വിളിക്കട്ടെ. എടാ മോനെ, അറിവേ, ഒരു വായെങ്കിലും കഴിക്കും. എന്നെ ഇവിടെ നിർത്തി അവൻ അങ്ങനെ കഴിക്കാൻ പറ്റുമോ? തെരുവിലൂടെ പോകുന്ന നായ്ക്കളൊക്കെ മണം പിടിച്ച് എന്നെ വയറു നിറയ്ക്കും. എന്നാ നീയോ പല്ല് മുളയ്ക്കാത്ത കുട്ടികളെ പോലെ കൊത്തി പറിച്ചോണ്ടിരിക്കുകയാണ്. മതി, ഇങ്ങതാ അത് നായ്ക്ക് കൊടുക്കാം. നായോ? ഇങ്ങനെ കഴുത്തറ്റം കുടിച്ചാ പിന്നെ എങ്ങനെയാ ഭക്ഷണം കഴിക്കാൻ പറ്റും? അവൻ കഴിക്കില്ലെന്ന് വിചാരിച്ച എലിന്റെ എക്സ്റേ എടുത്ത് എനിക്ക് തന്നേക്കുന്ന. സൂക്ഷിച്ച് സൂക്ഷിച്ച് തോന്നു കഴിപ്പാടാ. പകുതി മീൻ അങ്ങനെ തന്നെയുണ്ട്. പാതി മീനോ? ഇത് കണ്ട പൂച്ചയ്ക്ക് പോലും തിന്നാൻ തോന്നത്തില്ലല്ലോടാ. എടീ കിളവി, നിന്നെ ഞാനെന്ന് ജനലും അടച്ചോ? തെങ്ങും കള്ളോ പനം കള്ളോ ഒക്കെ കഴിച്ച ആരോഗ്യത്തിന് നല്ലതാ. എന്നാ നിങ്ങൾ ഈ വാറ്റുചാരായം കുടിച്ച് നശിക്കുന്നല്ലോ. തെറ്റ് പറ്റിപ്പോയല്ലോ. അടുത്ത സിഎം നിന്റെ അച്ഛനാണെന്നൊന്ന് പുകഴ്ത്തി പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇവൻ പൊറാട്ടയെങ്കിലും വാങ്ങിച്ചു തരുമായിരുന്നു. തിന്ന് തീർത്തതാണെങ്കിലും ഇതിന്റെ മണം സഹിക്കാൻ പറ്റുന്നില്ല. രാവിലെ 6 മണിക്ക് വന്നു. എന്നെ എണിപ്പിക്കണ്ടെന്ന് ഓർത്ത് ഉറങ്ങുമായിരിക്കും. എടാ അളിയാ, അളിയാ എണിക്കടാ. എടാ എണിക്കുന്നേ, വാ. എപ്പോഴാടാ വന്നേ? അതിനെപ്പോഴാ പോയേ? നിന്നോട് ഞാൻ എങ്ങോട്ടേ പോകുന്ന? വാ ഇരിക്ക്. എന്തിനാ ഇത്ര പെട്ടെന്ന് പോകുന്നേ? പെട്ടെന്നൊന്നും അല്ല, ഇന്നലെ വന്നിട്ട് ഇന്നാ ഞാൻ പോകുന്നേ. ഇന്നലെ വന്നോ? നീ ഇന്നലെ പറഞ്ഞില്ലല്ലോടാ. എന്താടാ, അടുത്ത വീടിന്റെ കഥകിന് തട്ടിയാലേ നിന്റെ അച്ഛൻ ഈ വീടിന്റെ കഥ തുറക്കുമെന്നുള്ളതൊക്കെ നിനക്കറിയാം. കൂടെ വന്നവൻ ഒരു പിടി ചോറ് കൊടുക്കാൻ നിനക്ക് അറിയില്ലല്ലോടാ. ഇന്നലെ രാത്രി നീ ഒന്നും കഴിച്ചില്ലടാ. അപ്പൊ ഇതൊക്കെയോ? അതൊക്കെ നീ കഴിച്ചതാ. ഞാനോ? വാട്ട് ഡു യു മീൻ? വാട്ടിയ മീനോ പൊരിച്ച മീനോ എല്ലാം നീ തന്നെയാ കഴിച്ചേ. പക്ഷെ നിന്റെ കാര്യത്തിൽ വേണേ ക്ഷമിക്കാവടാ. നിന്റെ മുത്തശ്ശിയാന്നും പറഞ്ഞോണ്ട് ഈ വീട്ടിനകത്തൊരു കിളവി ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നില്ലേ? അവര് പറഞ്ഞൊക്കെ കേട്ടിരുന്നെങ്കിൽ എന്റെ സ്ഥാനത്തൊരു നായായിരുന്നെങ്കിൽ അത് തൂങ്ങി ചത്തേനടാ. ഇതൊക്കെ എപ്പോഴാ സംഭവിച്ചത്? നീ വല്ലാതെ അഭിനയിക്കണ്ടടാ. അടുത്ത വീട്ടിലുണ്ടോണ്ട് കരണത്തടിച്ചില്ലേ? പല്ലെല്ലാം നിലത്ത് കിടക്കും. അത് കഴിഞ്ഞ് എന്റെ നേരെ ഒരു പുരാവസ്തുവിനെ ഇറക്കി വിട്ടു. ഇതൊന്നും പോരാഞ്ഞിട്ട് ആ കർണാടക ലോറിക്കാരന്റെ മെക്കിട്ടും കേറി. എന്ത് കർണാടക ലോറിയോ? ഇല്ലല്ലോ. ആ എടാ, എന്ത് പൂസാണെങ്കിലും എന്റെ അച്ഛന്റെ മാനം കളയാണ്ട് ഞാൻ ആ കാര്യമൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് തീർത്തില്ലടാ. അതാ ഞാൻ 1 മിനിറ്റ് ലേറ്റ് ആയാ പോലും ആ ഡ്രൈവർ നല്ല ചത്തനടാ അളിയാ. ഞാൻ 1 സെക്കൻഡ് ലേറ്റ് ആയിരുന്നെങ്കിൽ നീ ഡത്തായനെ. വണ്ടി എടുക്കടാ, ഓടിച്ചവന്റെ നെഞ്ചത്തോട്ട് കയറടാ. ഇന്നൊരു കൈ നോക്കാം എന്താവും ചെയ്യുന്നേ. അയ്യോ അയ്യോ, കയറ്റല്ലേ കയറ്റല്ലേ. ഞാൻ നിങ്ങളോട് തൊഴുതപേക്ഷിക്കാം, നല്ലത് മാത്രമേ വരൂ. ഞങ്ങളോട് ക്ഷമിക്ക്, ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറ്റല്ലേ. അയ്യോ അറിയാതെ പറഞ്ഞു പോയല്ലോ. വേണ്ടേട്ടാ വേണ്ടേട്ടാ, അവൻ കുടിച്ചത് കുറച്ച് ഓവറായി പോയേട്ടാ. വളച്ച് കയറ്റടാ, വളച്ച് കയറ്റ്. വെറുതെ ഞാനിവനും ചൂടാക്കാൻ പറയുന്നു. നമ്മളാണ് ലോറി നോക്കടാ. ഞങ്ങൾ ഈ വഴി അങ്ങ് പോയിക്കോളാം. ഒന്ന് സൈഡാക്കി. താന്റെ വാർത്തവനൊക്കെ മതി, താൻ പോ നോക്ക്. വേറെ നാട്ടിൽ നിന്ന് തനിക്ക് ഇത്ര അഹങ്കാരം ഉണ്ടെങ്കിൽ ഈ നാട്ടുകാരെ ഞങ്ങൾക്ക് എത്ര ഉണ്ടാവൂടാ. ഭയങ്കര പെർഫോമൻസ് ആയിരുന്നില്ലേ? ഭയങ്കര പെർഫോമൻസ്. രക്ഷപ്പെട്ടത് ഞാൻ അപേക്ഷിച്ചത് കൊണ്ടാടാ. എന്ത്? നീ അവന്റെ അടുത്ത് പോയി അപേക്ഷിച്ചിരുന്നോ? അതിന് പകരം അവന്റെ അടുത്ത് അടിമേടിച്ച് ചേർത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ നീ അങ്ങ് ഒറ്റയ്ക്ക് പോയാൽ മതി.